നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 2026 ഫെബ്രുവരി മാസം ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ കൽഭാഗം വരുന്ന നക്ഷത്ര ജാതർക്ക് ഫെബ്രുവരി മാസത്തെ ഫലങ്ങളെ കുറിച്ചിട്ടാണ്. ഫെബ്രുവരി മാസം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം ലളിതമായ ചില മാറ്റങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ രാശിയുടെ നേരെ 7ാം ഭാവത്തിൽ സംഭവിക്കുന്ന വലിയ ഗ്രഹ കൂടിച്ചേരലുകളും സൂര്യഗ്രഹണവും അഷ്ടമശനിയുടെ തുടർച്ചയും എല്ലാം ചേർന്ന ഒരു സമ്മിശ്ര മാസമാണ്. പ്രത്യേകിച്ച് മാസാവസാനത്തോടെ 7ാം ഭാവത്തിൽ 5 ഗ്രഹങ്ങളാണ് ഒന്നിച്ചു കൂടുന്നത്. ഇതൊരു അപൂർവമായ സന്ദർഭവുമാണ്. നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ എല്ലാ മേഖലകളെയും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒപ്പം ദോഷപരിഹാരങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ മാസത്തെ ഗതിവിധികൾ നിയന്ത്രിക്കുന്നത് പ്രധാനമായും ഫെബ്രുവരി 12 വരെ സൂര്യൻ നിങ്ങളുടെ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് ശത്രുനാശനത്തിനും ആരോഗ്യത്തിനും ഗുണകരമാണ്. എന്നാൽ ഫെബ്രുവരി 13 സൂര്യൻ നിങ്ങളുടെ 7ാം ഭാവമായ കുംഭം രാശിയിലേക്ക് മാറുന്നുണ്ട്. ഇതാണ് ഈ മാസത്തെ പ്രധാന മാറ്റങ്ങളിൽ ഒന്ന്. ചിങ്ങക്കൂറുകാർക്ക് കണ്ടക ശനിയെപ്പോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അഷ്ടമശനി. ശനി ഇപ്പോഴും നിങ്ങളുടെ 8ാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. 2027 ജൂൺ മാസം വരെ ശനി ഈ ഭാവത്തിൽ തന്നെയായിരിക്കും നിൽക്കുക. ശനി ഇവിടെ നിന്ന് നിങ്ങളുടെ 10ാം ഭാവമായ കർമ്മസ്ഥാനത്തെ വീക്ഷിക്കുന്നുണ്ട്. ആശ്വാസകരമായ വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴം ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നതും അവിടെ നിന്ന് 5ാം ഭാവത്തെയും 7ാം ഭാവത്തെയും വ്യാഴം വീക്ഷിക്കുന്നത് ഒരു അനുഗ്രഹവുമാണ്. രാഹു 7ാം ഭാവത്തിൽ ശക്തനായി നിൽക്കുന്നുണ്ട്. കേതു ലഗ്നത്തിലുമാണ്. ഫെബ്രുവരി 23 ചൊവ്വയും 7ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ഇതോടെ 7ാം ഭാവം കൂടുതൽ ഉഷ്ണമുള്ളതായി മാറുന്നുണ്ട്. 7ാം ഭാവത്തിൽ രാഹുവിനൊപ്പം ശുക്രനും നിൽക്കുന്നുണ്ട്. ഫെബ്രുവരി 18 ചന്ദ്രനും ശുക്രനും ഇവിടെ ഒന്നിക്കുന്നതുമുണ്ട്. മാസാവസാനത്തോടെ നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക്, അതായത് കളസ്ത്രസ്ഥാനത്തേക്ക് സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, രാഹു എന്നിങ്ങനെ 5 ഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ നടക്കാൻ പോവുകയാണ്. ജ്യോതിഷപരമായി വളരെ വലിയൊരു ഊർജമാണ് ഇത് നൽകുന്നത്. ഈ മാസം സംഭവിക്കുന്ന ചില പ്രത്യേക ജ്യോതിഷ യോഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ചിങ്ങക്കൂറിന്റെ 7ാം ഭാവത്തിലാണ് ഫെബ്രുവരി 17 സൂര്യഗ്രഹണം നടക്കുന്നത്. സൂര്യനും രാഹുവും ചേർന്നുള്ള ഗ്രഹമാണിത്. ഇത് സാധാരണഗതിയിൽ ദോഷകരമാണെങ്കിലും 11 നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ വലിയ ദോഷങ്ങൾ ഒഴിവാകും എന്നത് ആശ്വാസകരവുമാണ്. രാഹു ചന്ദ്രഗ്രഹണ യോഗവും ഫെബ്രുവരി 4 മകം നക്ഷത്രത്തിൽ വെച്ചും പിന്നീട് 18 ഉത്തര നക്ഷത്രത്തിൽ വെച്ചും ഈ യോഗം നടക്കുന്നുണ്ട്. ഇത് മനസ്സിന് വലിയൊരു ആശയക്കുഴപ്പവും അതുപോലെ ഭയവും ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. പ്രധാന തീരുമാനങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതമായി കാണുന്നത്. ചന്ദ്ര ശുക്ര യോഗം ഫെബ്രുവരി 18 7ാം ഭാവത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. രാഹു ശുക്രന്റെ ചേല ആയതുകൊണ്ട് തന്നെ ഭൗതിക സുഖങ്ങളും ആഡംബര മോഹങ്ങളും വർദ്ധിക്കുന്ന ഒരു ടൈം പീരീഡാണ്. എന്നാൽ ചിലവുകൾ കൈവിട്ടു പോകുവാൻ ഇടയുണ്ട്. മാസപകുതിക്ക് ശേഷം ആരെങ്കിലും നിങ്ങളെ വൈകാരികമായി ചൂഷണം ചെയ്യുവാനും സാധ്യതയുള്ള ഒരു സമയമാണ്. ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം ഒരു സമ്മിശ്ര മാസമായിട്ടാണ് കാണുന്നത്. കാരണം ശനി ഇപ്പോൾ നിങ്ങളുടെ 8ാം ഭാവത്തിൽ അഷ്ടമശനിയായി നിൽക്കുകയാണ്. 8ൽ നിൽക്കുന്ന ശനി നേരെ നോക്കുന്നത് നിങ്ങളുടെ 10ാം ഭാവത്തിലേക്കാണ്. അതാണ് നിങ്ങളുടെ കർമ്മസ്ഥാനവും. ഇതിന്റെ ഫലമായി ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അനാവശ്യമായ ഭയം, ജോലി പോകുമോ എന്നൊക്കെയുള്ള അകാരണമായ പേടി, ചെയ്യുന്ന ജോലിക്ക് തക്കതായ അംഗീകാരം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള തോന്നൽ, എത്ര കഷ്ടപ്പെട്ടാലും ഫലം കാണാത്തതുകൊണ്ട് ജോലി ഉപേക്ഷിച്ചാലോ എന്നൊക്കെയുള്ള ചിന്ത ഏറി വരുന്ന ഒരു സമയമാണ്. പക്ഷേ വ്യാഴം 11ാം ഭാവത്തിൽ നിങ്ങളുടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ നിങ്ങൾക്ക് ശമ്പളം മുടങ്ങില്ല, പക്ഷേ അത് കയ്യിലോട്ട് കിട്ടുവാൻ ചിലപ്പോൾ അല്പം കാലതാമസം വന്നേക്കാം. ഫെബ്രുവരി 12 വരെ ലഗ്നാധിപനായ സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വിസ സ്റ്റാമ്പിംഗ്, ലേബർ കാർഡ് പുതുക്കൽ, സ്പോൺസേഴ്സുമാരുള്ള തർക്കങ്ങൾ, അതുപോലെ തർക്കങ്ങൾ പരിഹരിക്കൽ എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഫെബ്രുവരി 12 വരെ. എന്നാൽ ഫെബ്രുവരി 12 ശേഷം നിയമപരമായ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഫെബ്രുവരി 17 സൂര്യഗ്രഹണ സമയത്ത് നിങ്ങൾക്ക് പുതിയ ഓഫർ ലെറ്ററുകൾ ഒപ്പിടുകയോ സ്പോൺസർഷിപ്പ് മാറുവാനോ നിങ്ങൾ ശ്രമിക്കരുത്. ഈ മാസത്തെ 2ആയി തിരിച്ച് നമ്മൾ കാണേണ്ടതുണ്ട്. ഫെബ്രുവരി 1 മുതൽ 12 വരെയുള്ള സമയം സാധാരണ ജോലിക്കാർക്ക് വളരെ നല്ലതാണ്.
കാരണം ലഗ്നാധിപനായ സൂര്യൻ നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ജോലി സ്ഥലത്തെ ശത്രുക്കളെ നിങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കും. നിങ്ങളെ കുടുങ്ങി ചാടിക്കുവാൻ ശ്രമിക്കുന്ന സഹപ്രവർത്തകർ ഉൾപ്പെടെ പരാജയപ്പെടുന്നതാണ്. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുവാനും പേപ്പർ വർക്കുകൾ വേഗത്തിലാക്കുവാനും ഈ 12 ദിവസങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗിക്കേണ്ടതാണ്. ദിവസവേതനക്കാർക്ക് മുടങ്ങിക്കിടന്ന പൈസ കയ്യിൽ കിട്ടുവാൻ ഫെബ്രുവരി 12-ന് മുമ്പ് ശ്രമിച്ചാൽ അത് നടക്കുന്നതുമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഫെബ്രുവരി 13 മുതലുള്ള കാര്യമാണ്. സൂര്യൻ 7-ാം ഭാവത്തിലേക്ക് മാറുന്ന ഒരു സമയമാണ്. അവിടെ രാഹുവും ശുക്രനും ഒക്കെയായി വലിയൊരു ഗ്രഹസ്ഥാനം നടക്കുന്നുണ്ട്. ഇത് കച്ചവടക്കാരെയും അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കച്ചവടത്തിൽ വലിയ ലാഭം വാഗ്ദാനം ചെയ്ത് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ വിശ്വസിക്കരുത്. ഇത്ര പണം മുടക്കിയാൽ ഇരട്ടി കിട്ടും എന്ന് പറയുന്ന സ്കീമുകളിൽ സാധാരണക്കാർ പോയി തലവയ്ക്കരുത്. ബിസിനസ് പാർട്ട്നേഴ്സുമായി തെറ്റുവാനും ഈ ഒരു സമയം സാധ്യത കാണുന്നുണ്ട്. 7-ാം ഭാവത്തിൽ ഗ്രഹങ്ങളുടെ നിൽപ്പ് നിങ്ങളുടെ ഈഗോയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന ചിന്തയൊക്കെ ഒഴിവാക്കിയാൽ ഫെബ്രുവരി മാസം നല്ല നിലയിൽ തന്നെ ബിസിനസ് അതുപോലെ നിങ്ങളുടെ പാർട്ണർഷിപ്പ് ബിസിനസ് കൊണ്ടുപോകുവാൻ സാധിക്കും. ഈ മാസം പ്രധാനപ്പെട്ട എഗ്രിമെന്റുകളും നിങ്ങൾ ഒപ്പിടുവാൻ നിൽക്കരുത്. കാരണം സൂര്യഗ്രഹണത്തിന്റെ ഒരു പാർശ്വഫലങ്ങൾ നിങ്ങളെ കൂടുതൽ ബാധിക്കുന്നതാണ്. കുടുംബവും ആരോഗ്യവും തൊഴിലിനെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. 7-ാം ഭാവത്തിൽ 5 ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് വീട്ടിലെ സമാധാനക്കുറവ് നിങ്ങളുടെ ജോലിയെ ബാധിക്കാൻ ഒരു 95% സാധ്യതയുണ്ട്. ഭാര്യയുമായോ ഭർത്താവുമായുള്ള തർക്കം കാരണം ഓഫീസിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നേക്കാം. ഫെബ്രുവരി 18, 23 തീയതികളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിലെ പ്രശ്നം ജോലിസ്ഥലത്ത് കാണിക്കരുത്. പ്രണയവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വീട്ടുകാരുടെ എതിർപ്പുകളൊക്കെ കൂടി വരുന്ന ഒരു സമയമാണ്. എങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഫെബ്രുവരി 23-ന് ചൊവ്വ കൂടി 7-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ വയ്ക്കുക. അഷ്ടമശനി ആയതുകൊണ്ട് നടുവേദന, കാലുവേദന അല്ലെങ്കിൽ ഉദരരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത് കാരണം സ്ഥിരമായി ലീവ് എടുക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാതെ ശ്രദ്ധിക്കുക. അമിത ഭാരം എടുക്കുന്ന തൊഴിലാളികൾ നട്ടലിനെ ഒന്ന് കുറെ കൂടി ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായി 11-ാം ഭാവത്തിലെ വ്യാഴം ഉള്ളതുകൊണ്ട് തന്നെ പണത്തിന് വലിയൊരു ദാരിദ്ര്യം ഉണ്ടാകില്ല. ചോദിച്ചാൽ പണം കടം തരാനെങ്കിലും നിങ്ങൾക്ക് ഒരാളുണ്ടാകുന്നതാണ്. രാഹുവും ശുക്രനും 7 നിൽക്കുന്നത് കൊണ്ട് കൈ നിൽക്കാത്ത ചിലവുകൾ ഉണ്ടാകുന്ന ഒരു മാസമാണ്. ഇത് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തെ ബാധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ അത്തരം കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഫെബ്രുവരി 23-ന് ശേഷം ചൊവ്വ 7-ലേക്ക് വരുന്നതിനാൽ വാഹനത്തിൽ നിന്നുമുള്ള വരുമാനം കുറയുവാനോ റിപ്പയറിംഗ് വർക്ക് കൂടുവാനോ സാധ്യതയുണ്ട്. വിദ്യാപരമായി നോക്കുമ്പോൾ ജാതകത്തിൽ ബുധൻ അനുകൂലമല്ലെങ്കിൽ ഏകാഗ്രത കുറവ് അനുഭവപ്പെടുവാൻ ഇടയുള്ള ഒരു മാസമാണ്. ഫെബ്രുവരി 4, 18 തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മടുപ്പ് ഏറി വരുവാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. ബാക്കി നോക്കുമ്പോൾ പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കുവാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഗ്രഹസ്ഥിതികൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ പരിഹാരങ്ങളിലൂടെ ദോഷങ്ങളെ ലഘൂകരിക്കുവാൻ സാധിക്കുന്നതാണ്. അഷ്ടമശനി പരിഹാരത്തിനായി ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം ചെയ്യുക. അവിടെ നീരാഞ്ജന വഴിപാട് കൂടി നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. നിങ്ങൾക്ക് ശനി ഗായത്രി മന്ത്രം ജപിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ജപിച്ചാലും മതിയാകാം. 7-ാം ഭാവത്തിലെ പാപഗ്രഹ സാന്നിധ്യം കുറയ്ക്കുവാൻ ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും ദാമ്പത്യ ഐക്യത്തിനു വേണ്ടി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കൂടി ദർശനം ചെയ്ത് ഐക്യമെത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും പൂജയിലും ചേർക്കുന്നതുമാണ്. അപ്പോൾ 2026 ഫെബ്രുവരി മാസം ചിങ്ങക്കൂറുകാരായ മകം, പൂരം, ഉത്ര നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മാസമല്ല ഫെബ്രുവരി. ജീവിതത്തിന്റെ ഗതി തന്നെ മാറുന്ന ഒരു ഘട്ടമാണ്. ഈ മാസം നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ ക്ഷമയെയും വിവേകത്തെയുമാണ്. ഫെബ്രുവരി മാസം ചിങ്ങക്കൂറുകാർക്ക് വലിയ മാറ്റങ്ങളുടെയും തിരിച്ചറിവുകളുടെയും ഒരു മാസമാണ്. അഷ്ടമശനിയുടെ സമ്മർദ്ദമൊക്കെ ഉണ്ടെങ്കിലും 11-ലെ വ്യാഴം നിങ്ങളെ കാത്തുരക്ഷിക്കുന്നതാണ്. 7-ാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം
ബന്ധങ്ങളെ ഉലയ്ക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ ക്ഷമയെ ആശ്രയിച്ചിരിക്കും. പ്രത്യേകിച്ച് മകം നക്ഷത്രക്കാർ ആരോഗ്യത്തിലും, പൂര നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യത്തിലും, ഉത്തര നക്ഷത്രക്കാർ നിങ്ങളുടെ ദാമ്പത്യ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.